മനുഷ്യന്മാർ അങ്ങനെ അല്ലാന്നേ. നമ്മൾ കാണുന്ന അധികം മനുഷ്യന്മാരും ഒന്നുകിൽ ഇന്നലകളിൽ ജീവിക്കുന്ന ആളുകളാണ്. ഇന്നലത്തെ കുറ്റബോധമോ സങ്കടങ്ങളോ വിരഹമോ വേദനയോ അല്ലേ. വേറെ കുറേ ആളുകളോ നാളെയാണ്. ഇന്ന് ജീവിക്കുന്ന ആളുകളാരാ? വളരെ കുറച്ച് ആളുകളാണ്. അതുകൊണ്ടാണ് മനുഷ്യരുടെ മുഖത്ത് ഇങ്ങനെ സന്തോഷം കുറയുന്നത്. നിങ്ങൾ കണ്ടില്ലേ, കുട്ടികൾ വളരെ ഹാപ്പിയാണല്ലോ. ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവർ ഹാപ്പിയാണ്. അതെന്തുകൊണ്ടാ? അവർക്ക് ഓർമ്മകളുടെ ഭാരമില്ല എന്നുള്ളതുകൊണ്ടാണ്. അതാ. പിന്നെ ഹാപ്പി ആയിട്ടുള്ള ആളുകൾ ഭ്രാന്തന്മാരാ അല്ലേ. അവർ ഹാപ്പിയാണ്. നിങ്ങളുണ്ടല്ലോ നമ്മുടെ പാരമ്പര്യങ്ങളിലുള്ള നാറാണത്ത് ഭ്രാന്തൻ, നമ്മളയാളെ ഭ്രാന്തൻ എന്നൊക്കെ പറയും. നിങ്ങൾ ആലോചിച്ചു നോക്കുക, അയാളുടെ ഉള്ളിലുള്ളൊരു ഫിലോസഫി എത്ര വലുതാണെന്ന്. കഷ്ടപ്പെട്ട് ഒരു പാറക്കല്ല് മലയുടെ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. അത് മുകളിലെത്തിയതിനു ശേഷം താഴേക്ക് ഉതിർന്നു വരുന്നത് കണ്ട് പൊട്ടിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ. അത്രയേറെ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് നഷ്ടപ്പെടുന്നത് കാണുമ്പോഴേ അയാൾ ചിരിക്കുകയാണ്. നമുക്കൊരു ചെറിയ നഷ്ടത്തിൽ പോലും ഒന്ന് ചിരിക്കാൻ കഴിയുമോ? കഴിയില്ല. എന്നിട്ട് നമ്മൾ അയാളെ വിളിച്ചത് ഭ്രാന്തൻ എന്നാണ്. നഷ്ടങ്ങളിലും ഒരാൾക്ക് ഇങ്ങനെ പതറാതെ നിൽക്കാൻ കഴിയുക എന്നതാണ് നാറാണത്ത് ഭ്രാന്തൻ പഠിപ്പിച്ചു തന്ന പാഠം. ചിരിക്കൊന്നും വേണ്ട, പക്ഷെ പതറാതിരിക്കുന്നതിൻ്റെ പേരാണത്. അപ്പോഴാണ് ഒരാൾക്ക് ഈ അവനവൻ്റെ ഈ ദിവസത്തെ ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റുക. ഈ നിമിഷത്തെ. ഡൈ എം ടി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, ഗംഭീരമായിട്ടുള്ളൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിലൊരു ഗുരുവിൻ്റെ വിദ്യാർത്ഥികളോട് ചോദിക്കുന്നുണ്ട്, ലോകത്തെ ഏറ്റവും സമ്പന്നമായ പ്രദേശം ഏതാണ്? റിച്ചസ്റ്റ് ലാൻഡ്. അപ്പോൾ കുട്ടികൾ അതിന് കുറേ മറുപടിയൊക്കെ പറയുന്നുണ്ട്. സാധാരണ ഗൂഗിൾ തരുന്ന ഉത്തരങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഗുരു അതൊന്നും അല്ല ഉത്തരം എന്നാ പറയുന്നത്. ഉത്തരം തെറ്റാണ് തെറ്റാണ് തെറ്റാണ്. പിന്നെ ഏതാണ് ശരി ഉത്തരം? അപ്പോൾ ഗുരു അതിന് പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു, ലോകത്തെ ഏറ്റവും സമ്പന്നമായ പ്രദേശം എന്ന് പറയുന്നത് ശ്മശാനങ്ങളാണ്, മനുഷ്യന്മാർ മരിച്ചു കിടക്കുന്ന സ്ഥലങ്ങളാണ്. കാരണം അപ്പൊ ഗുരു പറഞ്ഞു, എഴുതപ്പെടാതെ പോയ എത്രയെത്ര കവിതകളും കഥകളുമാണ് ആ കിടക്കുന്നത്. നടപ്പാകാതെ പോയ എത്രയെത്ര പദ്ധതികളാണ്, കിനാവുകളാണ്, സ്വപ്നങ്ങളാണ് ആ മണ്ണ് മൂടിക്കിടക്കുന്നത്. പറയാതെ പോയ എത്രയെത്ര സ്നേഹബന്ധങ്ങളും പ്രണയബന്ധങ്ങളുമാണ് ആ കിടക്കുന്നത്. ചേർത്ത് പിടിക്കാതെ പോയ എത്രയെത്ര ആലിംഗനങ്ങളാണ് ആ കിടക്കുന്നത്. പകരാതെ പോയ എത്രയെത്ര ചുംബനങ്ങളാണ് ആ കിടക്കുന്നത്. അതുകൊണ്ട് ശ്മശാനങ്ങളാണ് ഏറ്റവും റിച്ചസ്റ്റായ സ്ഥലങ്ങളെന്ന് പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷം ഗുരു അവർക്ക് പറഞ്ഞു കൊടുത്തു, മക്കൾക്ക് പറഞ്ഞു കൊടുത്തു, ഡെക്കറേറ്റ് യുവർ ടുഡേ. അതാണ് നമുക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ ഭംഗിയാക്കാൻ പറ്റിയത് നമ്മുടെ ഇന്നിനെ മാത്രമാണ്. ഇന്നലകളൊക്കെ കഴിഞ്ഞു പോയെന്ന്. ബ്രസീലിലെ ആമസോൺ കാടുകളിൽ പൂക്കാലം അവസാനിക്കുന്ന സമയത്തൊരു പൂവിടരും. ആ പൂവിന് ആകെ 3 ദിവസത്തെ ആയുസേ ഉള്ളൂ. 3 ദിവസവും അതിന് 3 കളറാണ്. അതുകൊണ്ട് ആ പൂവിന് നാട്ടുകാർ വിളിക്കുന്ന പേര് ദിവസങ്ങളുടെ പൂവ് എന്നാണ്, കാലത്തിൻ്റെ പൂവ് എന്നൊക്കെ പറയും. കാരണം ഈ 3 ദിവസം എന്ന് പറയുന്നത് 3 കാലമാണ്. ഇന്നലെ, ഇന്ന്, നാളെ. 1-ാമത്തെ ദിവസം അതിൻ്റെ കളറ് പർപ്പിൾ കളറാണ്. ഇന്നലെയാണ്, ഇന്നലെ. പർപ്പിൾ കളറ് ഒരു തരം മിസ്റ്റീരിയസ് കളറാണെന്ന് പറയുന്നു. അതൊക്കെ നിഗൂഢമാണ്, കഴിഞ്ഞുപോയി. ഇനി അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ പഠിച്ചിട്ട് അത് ഉപേക്ഷിക്കണം. കൊണ്ടു നടന്നാലും നമുക്കൊരു ചുവട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഡെഡാണ്, ഡെഡ് എസ്റ്റർഡേയ്സ് ആണ്. എന്നാൽ 2-ാമത്തെ ദിവസം അതിൻ്റെ കളർ എന്താണെന്ന് അറിയാം? ലാവെൻഡറാണ്. അത് ഇന്നാണ്. ലാവെൻഡർ എന്ന് പറയുന്നത് ഹാപ്പിനെസ്സിൻ്റെ കളറാണ്, പ്രണയത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒക്കെ കളറാണ്. അതാണ് ഇന്ന്. നാളെ ആകുമ്പോഴേക്കത് പെയിലായി. 3-ാമത്തെ ദിവസം ആകുമ്പോഴേക്കത് പെയിലായി. അതുകൊണ്ടാണ് ആ പൂവിന് ആ പേര് കിട്ടിയത്. ഇതാണ് നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അതുകൊണ്ട്. നമുക്ക് പഠിച്ചോൻ എന്താണോ തന്നത് അതുകൊണ്ട്. പഠിച്ചോൻ ആരെയാണോ തന്നത് അവരോടൊപ്പം. പഠിച്ചോൻ എവിടെയാണോ നമ്മൾ എത്തിച്ചത് അവിടെ വെച്ച് ജീവിതത്തെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യണം. ഇതാണ് 1-ാമതായി ഒരു മനുഷ്യൻ അവനവനോട് ചെയ്യേണ്ടത്.